SMന്റെ ക്ലാസ്സിൽ കയറിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മാറ്റം വന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്റെ ലൈഫ് ഞാൻ 3 വയസ്സ് തുടങ്ങി അനുഭവിക്കുന്നതാണ്. 42 വയസ്സായി ഇപ്പൊ എനിക്ക്. അപ്പൊ ഉമ്മാനോട് ദേഷ്യം. എനിക്ക് വളർത്തുമ്മയാണ് എന്നെ 3 വയസ്സ് തുടങ്ങി നോക്കിയത്. സ്വന്തം ജീവിച്ചിരിപ്പുണ്ട്, 2 ആങ്ങളമാരുണ്ട്. അപ്പൊ അതിലെനിക്ക് എന്റെ വളർത്തിയ ഉമ്മാനോട് ദേഷ്യം, എന്നെ ഉപേക്ഷിച്ച് പോയ ഉമ്മാന്റെ അടുത്ത് ദേഷ്യം. പിന്നെ എനിക്ക് 15 വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡ് എന്നെ മനസ്സിലാക്കുക, ആ ദേഷ്യം ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പൊ അതില് വളർത്തിയ ഉമ്മയും മരണപ്പെട്ടു, എന്റെ ഹസ്ബൻഡും മരിച്ചു. പക്ഷെ അവരോടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്കത് ഓരോ കാര്യങ്ങൾ ഓർക്കും തോറും എനിക്ക് അവരുടെ അടുത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വിഷമവും ദേഷ്യവും സങ്കടം, ജീവിച്ചിരിക്കുന്ന ഉമ്മാടെ അടുത്ത് ദേഷ്യം എല്ലാം അതൊക്കെ മാറി. ഇപ്പോ ഒരു ദിവസം ഞാൻ സത്യന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി, എന്നിട്ടും പക്ഷെ അറിയാണ്ട് എന്നോട് ചെയ്തൊരു ദേഷ്യത്തിന് ഞാൻ ഭയങ്കരമായിട്ട് തെറി വിളിച്ചു പോയി. അത്ര ദേഷ്യം എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായപ്പോ അതോടുകൂടി ഞാനിപ്പോ എന്താ പറയാ, എനിക്കിപ്പോ ആളോട് ദേഷ്യവും ഇല്ല. ഇപ്പൊ ഓർക്കുമ്പോ എനിക്ക് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊരു ഫീല് തോന്നി. കാരണം അവരുടെ അടുത്ത് കുറച്ചുകൂടി നമുക്കിപ്പോ ഇങ്ങനത്തെ ഒരു ഇതിലൊക്കെ ആകുമ്പോ അവരോട് കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിക്കായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എനിക്കും നല്ല വാശിയും ദേഷ്യം ഉണ്ട്. ഞാൻ നല്ലതെന്നൊന്നും പറയണില്ല. എനിക്കപ്പോ ആ ഒരു ദേഷ്യത്തിൽ ഞാനും കുറച്ച് തിരിച്ചറിവായപ്പോ ഞാനും ഫുൾ എതിർത്ത് അവരെ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റണില്ല. പിന്നെ ഹസ്ബൻഡ് സത്യം പറഞ്ഞൊരു നാർസിസ്റ്റ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓരോന്ന് കേട്ട് ആ സ്വഭാവം കമ്പയർ ചെയ്യുമ്പോ. അപ്പൊ ഞാൻ എന്താ പറയാ, ഇപ്പൊ എനിക്ക് അവരുടെ അടുത്ത് അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ഉമ്മാനോട് ദേഷ്യമില്ല. എനിക്ക് ആകെ എന്റെ ഉപ്പാനോട് മാത്രമേ എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എപ്പോഴും എല്ലാരും ഉമ്മാനെ വിളിച്ച് കരയുമ്പോ ഞാൻ എന്റെ ഉപ്പാനെ വിളിച്ചിട്ടാ കരഞ്ഞോണ്ടിരുന്നിരുന്നത്. എന്തും ഇപ്പോഴും എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ എന്റെ ഉപ്പാന്ന് വിളിച്ചിട്ടാ ഞാൻ കരയുള്ളൂ, അല്ലെങ്കിൽ ഉപ്പാന്ന് പറഞ്ഞിട്ടാ ഞാനത് ചെയ്യുള്ളായിരുന്നു. ഇപ്പൊ SMന്റെ കൂടെ കൂടിയ പിന്നെ രക്ഷിതാവായി. രക്ഷിതാവാണ് എന്നെ എന്താ പറയാ, ഇപ്പൊ രക്ഷിതാവിനെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഏറ്റവും ഒരു ഇത്. കാരണം നമ്മള് പരസ്പരം എല്ലാവരോടും സ്നേഹം കാണിക്കുക, ആരോടും ദേഷ്യം, എല്ലാവരും എന്താ രക്ഷിതാവിന്റെ അടിമകളാണ്. അത്രേ ഉള്ളൂ. ആ ഒരു ഇതാണ് എനിക്ക് കിട്ടിയൊരു മിറാക്കിൾ എന്നൊന്ന് പറയാൻ. അതെനിക്ക് ഇന്നലെ പറയാൻ കിട്ടിയില്ല. പിന്നെ അത് ഓർത്തിട്ടാ അത് പറയായിരുന്നു എന്നുള്ളത്. പിന്നെ എനിക്ക് ഇന്നാണ് അതിന് കറക്റ്റ് സമയം കിട്ടിയത് ആയത്. അതെനിക്ക് പറയാണ്ടൊരു സമാധാനം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാല് 19 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. അത് എനിക്ക് ഗോൾഡ് ഇടാൻ ഇഷ്ടപ്പെട്ട ഒരു സമയത്ത് എന്റെ ഹസ്ബൻഡ് ഒട്ടിടാൻ സമ്മതിച്ചിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എല്ലാം പോയി. പക്ഷെ ഏറ്റവും വലിയൊരു ഇത്, ഞാനൊരു ദിവസം പ്രോസസ്സിലിരിക്കുമ്പോ ഗോൾഡ് ഒക്കെ ഇട്ടിട്ട് ഞാൻ എന്നെ കണ്ടിരുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ ഡിസംബർ 2 ഞാന് ഗോൾഡ് എടുത്തു. കുറച്ചതുള്ളൂ. ഇതേ എന്റെ കൈ ചെയ്യാൻ, എന്റെ കാലുമ പാദസരം, എന്റെ കമ്മൽ എനിക്ക് എന്റെ മോൻ മേടിച്ചതാണ്. അത് പണയത്തിൻ്റെ അതെടുത്തു. അപ്പൊ എന്താണ് ഇപ്പൊ ചെറിയതാണ്, എന്നാൽ അത് സാധിച്ചൊരു കാര്യമാണ്. കൊറേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൊറേ മിറാക്കിളാണ് എനിക്ക് സംഭവിക്കുന്നത്. പക്ഷെ കൊറേ ഓർമ്മയുണ്ട്, കൊറേ ഞാൻ പറയുന്നുണ്ട്. അതാണ് ഇപ്പൊ ഉള്ളത്. എന്തൊക്കെ പറഞ്ഞാലും SM എന്നൊരു വഴികാട്ടിനെ കിട്ടിയത് രക്ഷിതാവിന്റെ അനുഗ്രഹമായിട്ട് കരുതണ്. നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റുന്നവർക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് എപ്പോഴും SM പറയുന്നുണ്ട്. പിന്നെ SM എപ്പോഴും പറയും, നിങ്ങളെ ഞാൻ ഒന്നിനും നിർബന്ധിക്കണില്ല, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറയണില്ല. അത് സത്യമാണ്, നമുക്ക് തോന്നുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പോഴാണ് ഞാനൊരു ഇറക്ക് വെള്ളം കുടിക്കുന്നുണ്ടെങ്കില് അത് ഇപ്പോഴാണ് സമാധാനത്തോടു കൂടി സന്തോഷത്തോടും കൂടിയിട്ട് അത് ചെയ്യാൻ പറ്റുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഒരുപാട് സന്തോഷം ജീവിതത്തിൽ എനിക്ക് അതെ ബാക്കിയുള്ളവർ പറയട്ടെ. അപ്പൊ എനിക്കിതൊന്ന് പറയണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം. എല്ലാവരും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച് മാം. സുബേദ മാം.